ഒരാൾക്കൊരു രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ ചികിത്സിക്കണം അല്ലേ? ഒരു സമൂഹത്തിനാണ് രോഗം വന്നതെങ്കിലോ രോഗകാരണമായ വസ്തുക്കളെ വേരോടെ കണ്ടുപിടിച്ച് നശിപ്പിക്കണം. അതല്ലേ ശരി? അതോ എല്ലാവർക്കും രോഗമല്ലേ, അതുകൊണ്ട് എനിക്കും ഇരിക്കട്ടെ എന്ന് കരുതണോ? ഏയ്, അതില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ഭൂമികുലുക്കമുണ്ടായപ്പോൾ പരക്കം പാഞ്ഞ നമ്മൾ സ്വന്തം ജീവനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അതല്ലേ സത്യം? അപ്പോൾ രോഗം വിതറുന്ന രോഗാണുക്കളെ ഇല്ലാതെ ആക്കുക തന്നെ വേണം. മലയാള സിനിമ ICUവിൽ കിടക്കുന്നു എന്നൊരു അഭിപ്രായ പ്രകടനം വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ട് അധികകാലമായില്ല. പക്ഷെ അതിനുശേഷം ഏതായാലും പുതിയ പരീക്ഷണങ്ങളും പുതുമയുള്ള സ്ക്രിപ്റ്റും പുതിയ സംവിധായകരും കലാമൂല്യമുള്ള അവതരണ രീതിയും ഒക്കെ കൂടി മലയാള സിനിമ ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു. എന്തു വന്നാലും അതിന് അനുവദിക്കില്ല എന്ന വാശിയിൽ ചില ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകരാണ് ചക്രശ്വാസം വലിക്കുക. പൊതുവെ ഒരു സിനിമാ കാര്യം പറഞ്ഞുപോയി എന്നേ ഉള്ളൂ കേട്ടോ. സിനിമയെക്കുറിച്ച് പ്രേക്ഷകന് പറയുവാനുള്ളത് എന്തോ അതാണ് പ്രൊജക്ടറിൽ പറയുന്നത്. സോ വെൽക്കം ടു ടുഡേയ്സ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് പ്രൊജക്ടർ. ഒരു സ്ത്രീയുടെ കണ്ണുകൾ അവളുടെ ഹൃദയത്തിലേക്കുള്ള വാതായനമാണെന്ന് ഓഡ്രെ ഹെബ്ബേൺ എന്ന ബ്രിട്ടീഷ് ആക്ട്രസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മോഹിപ്പിക്കുന്ന കണ്ണുകളുമായി പുറത്തിറങ്ങിയ ഒരു മോഹിനി പ്രേക്ഷകർക്ക് ആസ്വാദനത്തിന്റെ വാതിലുകൾ തുറന്നു തന്നോ എന്ന് നോക്കാം. ഫോർ ദാറ്റ് വി സ്റ്റാർട്ട് ടുഡേയ്സ് പ്രൊജക്ടർ വിത്ത് എ റിവ്യൂ ഓൺ ദിലീപ്സ് മായ മോഹിനി. കമ്പിൽ സാരി ചുറ്റിയാലും വായും തുറന്ന് പുറകെ പോകുന്ന പുരുഷന്മാരെ ലക്ഷ്യമിട്ടാണ് മായാമോഹിനി എത്തുന്നത്. തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുന്നവരും ഇതിൽ പെടും. സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിച്ച് സിനിമയുടെ കച്ചവട സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഒരു പുതിയ ഏർപ്പാടല്ല. എന്നാൽ സിനിമാക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ പുതുമയുള്ള രീതിയിൽ സ്ത്രീ ശരീരം ഇങ്ങനെയും പ്രദർശിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മായാമോഹിനി. മിസസ് ഡൗട്ട്ഫയറിൽ റോബിൻ വില്യംസും അവൈ ഷൺമുഖിയിൽ കമലഹാസനും ഇങ്ങനെ പെൺവേഷമിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരുന്നു. പക്ഷെ അവയൊന്നും ഇത്രയ്ക്കങ്ങ് എത്തിയിട്ടില്ല എന്നാണ് ഈ മാദക തിടമ്പ് തെളിയിക്കുന്നത്. കുടുകുടെ ചിരിക്കുന്ന ഏറെ തമാശകൾ ചിത്രത്തിലുണ്ട്. പക്ഷേ അവധിക്കാലത്തിറങ്ങിയ ചിത്രമാണെങ്കിലും കുട്ടികൾക്ക് പറ്റിയ തമാശകളല്ല ചിത്രത്തിലുള്ളത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ അതിപ്രസരം. നേരിട്ട് പറഞ്ഞാലല്ലേ പരാതിയുള്ളൂ. ദ്വയാർത്ഥ പ്രയോഗമാകുമ്പോൾ സെൻസർ ബോർഡിന്റെ മ്യൂട്ടിങ്ങും പേടിക്കണ്ട. ബാലകൃഷ്ണൻ എന്ന സമ്പന്നനായ 28-കാരനായി ബിജു മേനോനും അയാളുടെ സുഹൃത്തും 10 വയസ്സിന് മുതിർന്ന വക്കീൽ ലക്ഷ്മിയായി ബാബുരാജും അഭിനയിക്കുന്നു. ബാലകൃഷ്ണന്റെ ഭാര്യയായി അഭിനയിക്കാൻ എത്തുകയാണ് മോഹിനി. ചിത്രം തുടങ്ങി 45 മിനിറ്റിന് ശേഷമാണ് ഈ മോഹിനിയുടെ വരവ്. പിന്നീട് അങ്ങോട്ട് ഒരു തനി കോമഡി ചിത്രത്തിന് വേണ്ടുന്ന എല്ലാ മസാലകളും ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. സംവിധായകൻ ജോസ് തോമസ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉദയകൃഷ്ണ, CBK തോമസ് എന്നിവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതൊക്കെ മായാമോഹിനിയിൽ ആവോളമുണ്ട്. ദിലീപ് എന്ന നടന്റെ അതുല്യ പ്രകടനവും റോഷൻ എന്ന മേക്കപ്പ് മാന്റെ കഴിവുമാണ് മായാമോഹിനിയിൽ അഭിനന്ദനം അർഹിക്കുന്ന 2 കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ലാത്തതിനാൽ പ്രൊജക്ടർ വിൽ മൂവ് ഓൺ ടു ദ റിവ്യൂ ഓഫ് 22 ഫീമെയിൽ കോട്ടയം. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല. ഭാവിയല്ല, ഭാവി. ഭാവി തുടക്കത്തിൽ പറഞ്ഞതിന് വ്യത്യസ്തമായ ചില സത്യങ്ങൾ, ഉണർവുകൾ, അതാണ് മലയാളം സിനിമ ഈ ഫിലിമിന്റെ റിലീസിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മലയാള സിനിമ പുതുജന്മം കൈക്കൊള്ളുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്.
സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയത്തിലേക്ക് എത്തിയ ആഷിഖ് അബു എന്ന ചെറുപ്പക്കാരൻ ഒരു സംവിധായകന്റെ സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതാണ് 22 ഫീമെയിൽ കോട്ടയം. ആഷിഖ് അബു മാത്രമല്ല, സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അഭിലാഷ് കുമാർ, ശ്യാം പുഷ്കരൻ എന്നിവർ, എഡിറ്റർ വിവേക് ഹർഷൻ, മ്യൂസിക് ഡയറക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെ എല്ലാവരും ഈ സിനിമ തങ്ങളുടെ മാസ്റ്റർ പീസ് ആക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഓ ഹായ്. എന്റെ അനിയത്തി ടിസ. വൗ, ടെസ, ടിസ. വെരി ഗുഡ്. ഡി പെണ്ണേ, നീ എന്നെ കെട്ടിക്കോ. എത്ര പേരെ പ്രേമിക്കാമോ അത്ര പേരെ പ്രേമിക്കണം. ഒരു കാലഘട്ടത്തിന്റെ കഥ പറച്ചിൽ എങ്ങനെയാവണമെന്ന് ഇവിടെ തെളിയുന്നു. ടെസ എബ്രഹാം 22-കാരിയായ കോട്ടയം സ്വദേശിനിയായ നഴ്സ് വിദേശത്ത് പോകാൻ വിസയ്ക്കായി കാത്തിരിക്കുന്നു. അതിനവളെ സഹായിക്കുന്ന സിറിൽ സി മാത്യുവുമായി അവൾ പ്രണയത്തിലാവുന്നു. മെട്രോ ലൈഫിന്റെ ഭാഗമായി തന്നെ ആ ബന്ധം വളരുന്നു. പിന്നീടുണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ ഇന്നത്തെ സ്ത്രീകൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. സ്ത്രീക്ക് ഒരു സുരക്ഷയും നൽകാത്ത ഈ കാലഘട്ടത്തിൽ അവൾ തന്നെ അവളെ സംരക്ഷിക്കുന്ന ശക്തിയാകുന്നു. ഒരു സ്ത്രീയുടെ വിവിധങ്ങളായ ഭാവങ്ങളെ എത്ര മനോഹരമായാണ് ഈ ചിത്രം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയണം. ആൻഡ് റീമ കല്ലിങ്കൽ, she is given an absolutely amazing performance. റീമ നായികയായ മറ്റു പല ചിത്രങ്ങളിലും അവർ ഒരു മിസ്കാസ്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിസ് ടൈം ആ അഭിപ്രായങ്ങൾക്കെല്ലാം ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് റീമ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. ഫഹദ് ഫാസിൽ ഒരു ടൈപ്പോ ക്യാരക്ടറാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്കിലും ചിത്രത്തിന്റെ ഒഴുക്കിന് വേണ്ടുന്ന എല്ലാ ഭാവങ്ങളും അനായാസേന കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു. അർത്ഥവും ഭാവവുമുള്ള നിരവധി കഥാപാത്രങ്ങൾ, പല സന്ദർഭങ്ങളിൽ അവർ പറയുന്ന ഡയലോഗുകൾ എല്ലാം എടുത്തു പറയേണ്ടതാണ്. പക്ഷെ അത് ഇനി സിനിമ കാണാനിരിക്കുന്നവർക്ക് ചില മുൻവിധികൾ നൽകിയാലോ എന്ന് കരുതി ആ ശ്രമം ഉപേക്ഷിക്കുന്നു. TG രവി, സത്താർ, പ്രതാപ് പോത്തൻ തുടങ്ങിയ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന നടന്മാർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഓരോ ദൃശ്യങ്ങളുടെയും മികവ്, അതിൻ്റെ പാക്കേജിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനെ ഓരോരോ ഘടകങ്ങൾ എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇന്നലെ രാത്രി പയ്യന്മാരുമായി ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ? സിറിൽ കയറി അടിച്ചത് കർണാടക രക്ഷണവേദിയുടെ സെക്രട്ടറിയുടെ മകനെയാണ്. എനിക്ക് അയാളെ കൊല്ലണം. അപ്പൊ 2012 ശരിക്കും ലോകം അവസാനിക്കും? അയ്യോ.